ലച്ചു എന്താ ലച്ചുന്റെ മുടി കാണാൻ അടിപൊളിയാ. താങ്ക് യു. ഇതിന് എന്താ വളയിടുന്നേ? രാവിലെ കുറച്ച് ചാണകപ്പൊടിയും വൈകുന്നേരം കുറച്ച് കീടനാശിനി. ലച്ചു നല്ല തമാശക്കാരിയാണല്ലോ. അത് പൊട്ടും മോശമല്ലല്ലോ. പോ അന്ന് അവിടുന്ന്. ഞാൻ ആ ലച്ചുനും കൂടി ഇങ്ങോട്ട് വിളിക്കാം. നമുക്ക് ഇവിടെ ഇരുത്താം. നമുക്കിപ്പോൾ 4 പേർക്ക് ഇരിക്കാമല്ലോ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അല്ലെങ്കിലേ വാസു അവളെ കത്തി വെച്ച് കൊല്ലും. ലച്ചു എന്താ പാറു? ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കാം. ആവൂ എപ്പോ വന്നെന്ന് ചോദിച്ചാൽ മതി. ദേവന് ലച്ചു പോരെ. ലച്ചു ഇവിടെ ഇരി, ഞാൻ ഒറ്റപ്പെട്ടു പോയി. അയ്യേ എടാ, നീ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കുക, അതാ നിനക്ക് നല്ലത്. വളരെ നന്ദിയുണ്ട്. ഒരു പിള്ളേരെ നിങ്ങൾ കൊള്ളാലോ. ഞാൻ ഇങ്ങോടൊപ്പം ഇരിക്കും. മിസ് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കണുണ്ട്. ഒന്ന് പോയാടെ ഇറക്കാ, നിനക്കൊരു പണിയില്ലേ? ആ ഫ്ലോ അങ്ങ് പോയി. ഗുഡ് മോർണിംഗ്. എനിക്കത്ര കൂട്ടല്ല. അതെന്തേ വാസു, എന്നെ പറ്റി? മിസ് ഇവന്മാരെന്നെ ഒറ്റപ്പെടുത്തുക. എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയി മിസ്. ഞാനിപ്പോ ഒറ്റയ്ക്കായി. അയ്യേ ഇത്ര നിസാര കാര്യത്തിനാണോ? വാസു ഇങ്ങോട്ടോ, ഈ ഫ്രണ്ട് ഇരുന്നോ. മിസ് ഈ വാസു ഞങ്ങളെ കൊഞ്ഞണം കുത്തുന്നു. മര്യാദ ഇരിക്കാതെ ഇരിക്കും, ഇല്ലെങ്കിൽ ഞാൻ പോയി വടി എടുത്തിട്ട് വരും. ഇരുന്നു മിസ് ഇരുന്നു, ഇനിയൊരു പ്രശ്നമില്ല. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ടൂർ പോകുന്ന സ്ഥലം ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. ശരിക്കും? എവിടെയാ മിസ്? അതെ എവിടെയാ മിസ്? പറ. കറായി ബീച്ചാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് നിങ്ങളോടും കൂടി ചോദിച്ചിട്ട് അതിൽ തീരുമാനം എടുക്കോളൂ. എല്ലാ ക്ലാസ്സിലും അത് ഓക്കെയാണ്. ഇനി നിങ്ങൾ വേണം പറയാൻ. എന്തേ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതല്ല മിസ്, കറായി ബീച്ച് കേട്ടിട്ടുണ്ട്. ഇവരെന്നെ ഇങ്ങനെ കേട്ടാൽ ബീച്ചെന്നാ നിങ്ങളെ പിടിച്ച് കടിച്ച. ഒന്ന് പോയടാ അവിടെ നിന്ന്. മിസ് ശരിക്കും കറായി ബീച്ചാണോ? ആണേ ഉറപ്പായിട്ടും? അതേലോ, എന്താ ഒരു സംശയം? നിങ്ങൾ ഓക്കെ ആണോ? ഹായ് സൂപ്പർ ബീച്ചാ, നിറച്ച് തിരമാലയാ. പിന്നെ ബീച്ചിലെ തിരമാലയിലാണ് വനമാലയാണോ? ഇവനൊക്കെ ഉണ്ട്. മിസ്സാ കണ്ടാ മിസ്സാ? നിങ്ങൾക്കപ്പോ സമ്മതാണോ? അപ്പൊ നമുക്ക് ഈ പ്ലേസ് ഉറപ്പിക്കാല്ലേ? അപ്പൊ ശരി, ഞാൻ പോയിട്ട് ഇതിന് തീരുമാനമാക്കട്ടെ. പിന്നെ നിങ്ങളുടെ പേരൻസ് മീറ്റിംഗ് ടൂർ കഴിഞ്ഞ് വന്നിട്ടായിരിക്കും കേട്ടോ. ഹായ് എന്നാലും ഇതെങ്ങനെ സംഭവിച്ചല്ലേ? അതെ ഞാൻ ആ ഞെട്ടലിന്ന് മാറിയിട്ടില്ല. ഇനി നമുക്ക് ഈ ടൂറിന്റെ ഇടയ്ക്ക് വെച്ച് മുങ്ങി നമ്മുടെ പ്ലാൻ പ്രകാരം നിധി കണ്ടുപിടിക്കും. അതെ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. നിധിയോ? വെളിമാർക്ക് ഭ്രാന്തായോ? അല്ലല്ല, നിധി പോലെ കിട്ടിയ ടൂർ എന്ന് പറഞ്ഞാണേ. അതെ കറായി ബീച്ച് സൺസെറ്റ്. ഉറപ്പായിട്ട് ഞാൻ എൻ്റെ മേഴ്സിയോട് എൻ്റെ പ്രണയം പറഞ്ഞിരിക്കും. വളരെ നന്നായിരിക്കും. നിന്റെ ഏതോ ഒരു പല്ല് ഇളകിയിരിക്കല്ലേ, അതങ്ങ് പോയി കിട്ടും. അങ്ങ് പോയേടി. തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങലാകുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. വിങ്ങുന്ന ഹൃദയമുള്ളവനാണോ? അതെ അത് പറഞ്ഞപ്പോഴാ പാറു മൈക്കിളും ഉണ്ടാവട്ടോ. ഇത്തവണ നീ എസ് പറയണം. അവന് പ്രപ്പോസ് ചെയ്തിട്ട് പോയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതെ, ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. കൊച്ചു കള്ളി, പറ്റിയ സമയം, എനിക്കും പറ്റിയ സമയം.